ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടു ബ്രദേഴ്സ് ഹോം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സോയാബീൻസ് എടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് തിളച്ച വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. പച്ചവെള്ളത്തിൽ വെക്കരുത്. അപ്പം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് നല്ല വലുതായിട്ട് സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായിട്ട് വന്ന് കഴിയുമ്പോഴത്തേനും അത് നമുക്ക് വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് അരിഞ്ഞെടുക്കുക, ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക കേട്ടോ. അത് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് 2-3 തവണ നമ്മുടെ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ ആ ഒരു കട്ട് ചുവ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് പിഴിഞ്ഞെടുത്ത് വെള്ളമില്ലാതെ വേണം നമ്മൾ മാറ്റി വയ്ക്കാൻ. അതിനകത്ത് വെള്ളം ഉണ്ടാവരുത്. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു, അതിനകത്തോട്ട് കടുക്, ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ടു. അത് കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, സവോളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർക്കാം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടണം കേട്ടോ. ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അതിൻ്റെ സവോളയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം അതിൻ്റെ അകത്തോട്ടൊരു 2.5 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടണേ. ഒത്തിരി ആകെ പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതേ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മസാലക്കൂട്ട് വറുത്ത് പൊടിച്ച ഗരം മസാലയാണ്. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. കടയിൽ നിന്നുള്ളത് ഞാൻ മേടിക്കാറില്ല. അപ്പോൾ അത് നന്നായിട്ട് നല്ല രീതിയിൽ പച്ചമണം പോകുമ്പോഴത്തേനും വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്. തിളച്ച വെള്ളം ചേർത്ത് അതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ബോൾസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത്. നമുക്ക് ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ട് എടുക്കാം, കുറുക്കി വേണമെന്നുണ്ടെങ്കിൽ കുറുകി എടുക്കാം, അല്ല ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇളക്കി നിങ്ങൾ ഫ്രൈ ആയിട്ട് എടുക്കുക. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച കറിവേപ്പിലയും ഗരം മസാലയും കൂടി ചേർത്ത് വാങ്ങാം. നമ്മുടെ കറി റെഡി.